17 വയസ്സുവരെ ഒരു രോഗവുമില്ലാതെ പൂമ്പാറ്റയെ പോലെ ഓടി നടന്ന പ്രിയപ്പെട്ട മകൾ 6 അടി മണ്ണിന്റെ ഉള്ളറയിലാണ്. ഈമാനുള്ള എന്റെ ഉമ്മമാരെ ചിന്തിക്കൂ. 6 മാസം കഴിഞ്ഞില്ല, പിതാവിന് വലിയൊരു ദേഹത്തിന് അസ്വസ്ഥത. അയാൾ ഡോക്ടറെ കാണുന്നു. ഡോക്ടർമാര് പറഞ്ഞു അയാൾക്കും ക്യാൻസറിന്റെ തുടക്കമാണ്. അയാൾക്ക് അവസാനം മെന്റലായി. ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നു. 8 മണിയായിട്ടും കാണാതിരുന്നപ്പോ കുടുംബക്കാര് അന്വേഷിച്ചു ചെല്ലുമ്പോ കടുത്ത വേദന കൊണ്ട് മാനസിക നില തെറ്റിയ പ്രിയപ്പെട്ട യൂസുഫ് സാഹിബ് ഒരു കഷ്ണം കയറില് ആത്മഹത്യ ചെയ്ത് കിടക്കുന്നു. ഇപ്പൊ ആ ചെറിയ മകൻ ഇങ്ങനെ മാറിയിരുന്ന് കരയുന്നത് കാണാം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാപ്പ എന്ന് വിളിക്കാൻ ആരുമില്ല. ഓടി വരുന്ന കുഞ്ഞുമക്കളില്ല. മനുഷ്യ സാഹചര്യം ഇതാണെങ്കിൽ ശരീരത്തിന് അല്ലാഹ് ആരോഗ്യം തന്നത് അഹങ്കരിക്കാനല്ല, സുഖത്തക്ക കബലമറുന്നിക്ക. രോഗം വന്നിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. നിനക്ക് നല്ല ആരോഗ്യമുള്ള വേളയിൽ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നബി തങ്ങൾ പറഞ്ഞു, തൊഗാനിസാഉക്കും, എല്ലാ മേഖലകളിലും പെണ്ണിന്റെ അഴിഞ്ഞാട്ടമാകും, സ്ത്രീയുടെ അഴിഞ്ഞാട്ടമാകും. ആ ഒരു പശ്ചാത്തലം വരുമ്പോ ഈമാനികമായ രംഗത്ത് വലിയ ഇടിവ് വരും. അങ്ങനെ വരുമ്പോഴോ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് വിശ്വാസികൾക്ക് ഉത്തേജനത്തിനു വേണ്ടി ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ പ്രാപഞ്ചിക ദുരന്തങ്ങളായി, കടുത്ത രോഗങ്ങളായി പ്രപഞ്ചത്തിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുമെന്നല്ലേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു, ഫസക്ക ശുദ്ധാനുക്കും ഖാല റസൂലുള്ളാഹി. സമൂഹത്തിലെ യുവാക്കൾ തിന്മകളുടെ വാഹകരായി മാറും. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ലഹരിയുടെ, പലിശയുടെ, വ്യഭിചാരത്തിന്റെ സർവ്വമേഖലകളിലും മുസ്ലിം ചെറുപ്പക്കാര് വരും. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈമാൻ നൽകുമാറാവട്ടെ. ഒരു ചെറിയ ചിന്ത നടത്താൻ വേണ്ടി ഞാൻ പറയാം. ഖാജ തങ്ങൾ, ആ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടെ നമ്മൾ ആത്മാർത്ഥതയോടെയാണെങ്കിൽ, എന്റെ മുന്നിൽ വന്ന ഏതെങ്കിലും യുവാക്കൾ ഹാൻസ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ, പാൻപരാഗ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ, വാപ്പയെ ഗൾഫിൽ നയിക്കുന്ന പണം കൊണ്ട് കൂട്ടുകാരോട് താല്പര്യമെങ്കിലും ലഹരി നാവിൽ വെച്ച് രുചിച്ചവരുണ്ടെങ്കിൽ തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗബയില്ലാതെ അത്തരം ആളുകൾ മരിച്ചുപോയാൽ വലിയ അപകടമാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് കബായിർ എന്ന് പറയുന്ന ഒരു ചെറിയ കിതാബ് ഉംറയ്ക്ക് പോയ സമയത്ത് വാങ്ങി. ആ കിതാബ് ഇങ്ങനെ നോക്കുമ്പോ അതിൽ വലിയൊരു സംഭവം ഇങ്ങനെ കാണും. എന്താണ് ഒരു സംഭവം കണ്ടത്? ഒരു ചെറുപ്പക്കാരൻ അക്കാലത്ത് രാജ്യം ഭരിച്ച സ്വാലിഹായ ഒരു മനുഷ്യനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അല്ലാഹു തൗബ, എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ? എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ? മഹാനവറുകൾ പറഞ്ഞു, നീ തെറ്റ് ചെയ്താൽ പശ്ചാത്തപിച്ചാൽ അല്ലാഹു സ്വീകരിക്കും. എന്താ നീ ചെയ്ത തെറ്റ്? ഉടനെ പറഞ്ഞു, അതെന്നോട് ചോദിക്കരുത്. ഇതേവരെ നിങ്ങൾ അത്തരം തെറ്റ് കേട്ടിട്ടുണ്ടാവുകയില്ല. പിന്നെയും ചോദിക്കുന്നു, എന്താണ് തെറ്റ്? ഉടനെ പറഞ്ഞു, ചോദിക്കല്ലേ, വളരെ ഗൗരവമുള്ള തെറ്റാണ്. അങ്ങനെ വീണ്ടും ആ മഹാൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റ് ഇതേവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയില്ല. കബായിർ നോക്കിയാൽ കാണാം. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നീ ചെയ്ത തെറ്റ്? ഞാൻ ചെയ്ത തെറ്റ് മറ്റൊന്നുമല്ല, ഇപ്പൊ അടുത്ത് പത്രത്തിൽ ഒരു വാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് ശരിയായ രൂപത്തിൽ ആ സംഭവം മനസ്സിലങ്ങ് ഓടിയത്. ചങ്ങനാശ്ശേരിയിൽ ഒരു കള്ളനെ പിടിച്ചു. അയാൾ ജ്വല്ലറി കുത്തിപ്പൊളിച്ചവനല്ല, അയാൾ വീടുകളിൽ പോയി കവർച്ച നടത്തിയവനല്ല, അയാൾ നല്ല ബിരുദനായ ഒരു കള്ളൻ. എന്ത്? ക്രിസ്ത്യൻ സെമിത്തേരിയിൽ ആരെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്താൽ മൂപ്പര് രാത്രിയാകും മെല്ലെ ചെന്നിട്ട് ശവക്കല്ലറെ കല്ല് പൊന്തിച്ചിട്ട് ഈ ധരിപ്പിച്ച വസ്ത്രവും ഷൂസൊക്കെ മൂപ്പര് ഊരിയെടുത്ത് കൊണ്ടുപോയി വിൽക്കും. ആ കള്ളനാണ്. കാരണം ക്രിസ്ത്യാനികൾ മരിച്ചാൽ മറവ് ചെയ്യുമ്പോ നമ്മളെ പോലെയല്ല, കാലിൽ ഷൂ ഉണ്ടാവും, നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടാവും. ഈ കല്ലറ പൊളിച്ച് ശരീരത്തിലെ ഈ വസ്ത്രം കൊണ്ടുപോയി വിൽക്കുന്ന ഒരു കള്ളൻ. ഇതേ രൂപത്തിൽ ഞാൻ ഒരു കളവ് ചെയ്യുന്ന ആളായിരുന്നു. എന്നിട്ടോ ഞാൻ ആ കബറുമാന്തൽ അവസാനിപ്പിച്ചത്, എനിക്ക് ആ പ്രവൃത്തിനോട് വിരക്തി തോന്നിയത്
ഒരു മുസ്ലിയാര് വഴുതു പറഞ്ഞു തന്നതല്ല, ഒരു ഖുർആൻ ക്ലാസ്സിൽ പോയതല്ല. 3-4 കബറുകൾ ഞാൻ ഇറങ്ങുമ്പോ ആ കബറിലെ അവസ്ഥ കണ്ടിട്ട് ഞാൻ സ്വയം നിർത്തിയതാണ്. ഇന്ന് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, എന്റെ സഹധർമ്മിണിയോടൊത്ത് സല്ലപിക്കാൻ കഴിയുന്നില്ല. ചോദിച്ചു, നിന്നെ പിടിച്ചു കുലുക്കിയ കബറിലെ പരീക്ഷണം എന്താണ്? ഉടനെ അയാൾ പറഞ്ഞു, ഞാനൊരു കബറിങ്ങനെ മാന്തുമ്പോ ആ കബറിൽ 4 കബറുകളിൽ ഒരു കബറിൽ ഞാൻ കണ്ടത് ഖദ് ഹവ്വല വജ്ഹു ഖിൻസിറ, ആ കബറാളിയുടെ മുഖം പന്നിയുടെ രൂപത്തിൽ അല്ലാഹു കോലം മറിച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. വാഹനം ഓടിക്കുമ്പോ, കൂട്ടുകാരൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോ ടൈം പാസിന് വേണ്ടി ഒരു ചെറിയ തുള്ളിയെങ്കിലും ലഹരി ആസ്വദിച്ച യുവാക്കളെ ഖബർ നിന്റെ മുന്നിലുണ്ട്, മഹ്ശർ നിന്റെ മുന്നിലുണ്ട്. അരുത് മോനെ, പാടില്ല. ഈ കബായിർ കാണാം. ഉടനെ ഇയാള് പേടിച്ച് പുറത്തേക്ക് ഓടുമ്പോ ഒരു അശ്ലീലി കേൾക്കുകയാണ്, എടോ നിന്നെപ്പോലൊരാള് മരിച്ചിട്ടയാക്കട മയ്യത്ത് കബറിലെത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് പന്നിയുടെ രൂപത്തിലാക്കട മുഖമായിട്ട് എന്തുകൊണ്ടാണത് സംഭവിച്ചതെന്ന് നീ ചോദിക്കാത്തതെന്താണ്? ഉടനെ അവൻ ചോദിച്ചു, എന്താ കാരണം? മറുപടി വന്നുപോയി. അയാൾ കള്ളുകുടിയനായിരുന്നു. മാത്ത ബിലാ തൗബ, തൗബ കൂടാതെ മരിച്ചുപോയി. അയാൾ മദ്യപിച്ച ആളാണ്. അതിന്റെ പേരിൽ അള്ളാഹു അയാൾ കൊടുത്ത പരീക്ഷണമാണ് എന്നിതാ അശ്ലീലി കേട്ടെങ്കിൽ ആ മദ്യം മക്കളെ രുചിച്ചു പോകരുത്. ഒരു ഘട്ടങ്ങളിലും ഇതാ ലഹരിയുമായി ബന്ധപ്പെട്ട് പോകരുത്. ഒരു തുള്ളി ലഹരി ആസ്വദിച്ചു പോകരുത്. എന്തുകൊണ്ടാണ്? ഇതാ രക്തം നീ ഇതാ കുടിക്കുമ്പോ നജസാണ്, നിനക്കതിനോട് വെറുപ്പാണ്. കാഷ്ടം തൊടുകയില്ല, നജസാണ്, വെറുപ്പാണ്. ഇങ്ങനെ വെറുപ്പോടെ അവജ്ഞയോടെ ഈ വസ്തുക്കളെയൊക്കെ നീ നീക്കി വയ്ക്കുമെങ്കിൽ അതിനേക്കാൾ വെറുക്കേണ്ട നജസല്ലേ മദ്യം. എന്ന് മാത്രമല്ല, അല്ലാഹു തന്ന മഹത്തായ വായില് ആ ലഹരിയുടെ ഒരു തുള്ളിയെങ്കിലും എത്തിപ്പോയി തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ പടച്ചുറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അമിതമായ ദാഹം കൊണ്ട് വിഷമിക്കുമ്പോ ഒരു പ്രത്യേകമായ പാനീയം ആ മദ്യപാനികൾക്ക് അല്ലാഹു കൊടുക്കും. മദ്യപാനികൾക്ക് അല്ലാഹു കൊടുക്കും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി വിശദീകരിച്ചു. അതെന്താണ്? തീനത്തുൽ ഖബാൽ എന്ന പാനീയമാണ്. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, നിഷേധികളായ ആളുകളെ നരകത്തിലിട്ട് അല്ലാഹു കത്തിക്കുമ്പോ അവരുടെ ശരീരങ്ങളിൽ നിന്ന് വാർന്നൊലിക്കുന്ന ആ വൃത്തികെട്ട മലിന അഴുക്ക്, ആ ദ്രാവകമാണ് തീനത്തുൽ ഖബാൽ. അല്ലാഹു തന്ന വായിൽ, മദ്യം തൊട്ടവന്റെ വായിലേക്ക് ഈ മലിനമായ ദ്രാവകം ഒഴിച്ചു തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയതാണ്. ഇന്ന് ചെറുപ്പക്കാർ മദ്യപിക്കാൻ മടിയില്ല, വ്യഭിചാരത്തിന് മടിയില്ല, പലിശ വാങ്ങാനും കൊടുക്കാനും മടിയില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സർവ്വ തിന്മകളുടെയും മുന്നിൽ യുവാക്കൾ വരുന്നു, സ്ത്രീകൾ വഴിമാറി സഞ്ചരിക്കുന്നു. ഇങ്ങനെ റൂട്ട് മാറി സഞ്ചരിക്കുമ്പോ നബിതങ്ങളാണ് പറഞ്ഞത്, കടുത്ത പരീക്ഷണങ്ങൾ വരും, ധാരാളം രോഗങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, ഈമാനിക രംഗത്ത് ഇടിവുണ്ടാകും, ഹൃദയത്തിന് കറുപ്പ് വരും, നന്മ സ്വീകരിക്കാതെ വരും. ആ രൂപത്തിൽ നന്മ സ്വീകരിക്കാതെ ഹൃദയങ്ങൾ വളരെ മോശമായി ഈമാനിക ചൈതന്യമില്ലാതെ നെട്ടോട്ടം ഓടുന്ന മനുഷ്യൻ രക്ഷപ്പെടണോ? ആ മനസ്സിനെ വൃത്തിയാക്കണോ? ഹൃദയത്തിലുള്ള അഴുക്കുകൾ മാറ്റിയെടുക്കണോ? അതിന് ചില മരുന്നുകളുണ്ട്. ആ മരുന്ന് അവലംബിക്കലാണ് ബുദ്ധിയുള്ളവന്റെ പ്രധാനപ്പെട്ട ജോലിയെങ്കിൽ നിന്റെ ഇടത്തെ മുലയുടെ 2 വിരൽ താഴെയുള്ള ഹൃദയം തിന്മകളെ കൊണ്ട് മലീമസമായി ധാരാളമായി അഴുക്ക് പുരളുമ്പോ അത് വൃത്തിയാക്കാനുള്ള മരുന്നുകൾ ഏറെ ഖുർആനിലും ഹദീസിലും മുൻഗാമികളും പഠിപ്പിച്ചതുണ്ട്. ആ പഠിപ്പിച്ച 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാനിന്ന് ചുരുക്കട്ടെ.
അതിന് കാര്യമായി വേണ്ടത്, ഒന്നാമതായി വേണ്ടത് സംഘടനാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ സാരഥികൾ ആലോചിക്കേണ്ടത്, മുൻഗാമികളെ ചരിത്രം പരതുമ്പോ വിജയത്തിലേക്ക് അവിടെ കൈപിടിച്ചുയർത്തിയത് ആയുധങ്ങളല്ല, ആൾബലമല്ല, സംഘട്ടനമല്ല, പിന്നെയോ മാനസികമായ ഈമാനിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഈമാനിക പ്രചോദനത്തിന് അവലംബിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെ ഖുർആൻ പറഞ്ഞത് കാണാം. മുഹമ്മദുർ റസൂലുള്ളാഹി, വിശുദ്ധ ഖുർആൻ പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദ. ആ സ്വഹാബത്തിന് ഉന്നതമായ വിജയം ലഭിക്കാൻ, ശത്രുക്കളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവരെ സഹായിച്ചത് ഈമാനിന്റെ കടുകട്ടിയായിരുന്നു. ഈമാൻ എങ്ങനെയാണ് അവരുടെ മനസ്സിൽ കടുകട്ടിയായി രൂഢമൂലമായി പതിയാനുള്ള കാരണം ഖുർആൻ പറഞ്ഞത് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങളും വല്ലദീന മഅഹു നബിതങ്ങളോടൊപ്പമുള്ള അനുയായികളും അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികൾക്കെതിരെ ഈറ്റപ്പുലികളെ പോലെ വർത്തിക്കുന്നവരാണ്. എന്നാൽ റുഹമാഉ ബൈനഹും, അവരുടെ ഇടയിൽ ഒരുമ്മ പറ്റ മക്കളെ പോലെയാണ്. ഗ്രൂപ്പ് വഴക്കുകളില്ല, അനാവശ്യങ്ങൾ പറയലില്ല, ചീത്ത വിളിക്കലില്ല, ഒരുമ്മ പറ്റ മക്കളെ പോലെയാണ്. എന്നിട്ടോ തറാഹും റുക്അൻ സുജ്ജദ, അവരെ വിജയത്തിന്റെ സോപാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം ഖുർആൻ പറയുന്നു. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഭാര്യ വിധവയാകുമെന്ന് കണ്ടാലും, മക്കൾ അനാഥരാകുമെന്ന് കണ്ടാലും, തറാഹും റുക്അൻ സുജ്ജദ, ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃത്യമായി നിസ്കരിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തിയിട്ടില്ല. യുദ്ധവേളയിലാണെങ്കിലും ഏത് രോഗവേളയിലാണെങ്കിലും ഹയ്യ അലസ്സലാഹ്, ആ വിളിയാളമങ്ങ് കേട്ടാൽ കൃത്യമായി അവർ ജമാഅത്തിനുണ്ട്. പെണ്ണുങ്ങൾ വീടിന്റെ ഉള്ളറയിൽ സജീവമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, SSFന്റെ SYSന്റെ പ്രവർത്തകരോട്, നമുക്കും വിജയം വേണം, രക്ഷപ്പെടണം, ഹൃദയം വൃത്തിയാവണം. അതിന് ആദ്യമായി നമ്മളൊക്കെ പരിശീലിക്കേണ്ടത്, എത്ര തിരക്കുള്ള യോഗമാണെങ്കിലും, ഏത് വലിയ മീറ്റിംഗ് ആണെങ്കിലും ഹയ്യ അലസ്സലാഹ് വിളിയാളമങ്ങ് കേട്ടാൽ യുവാക്കളെ ജമാഅത്ത് പള്ളിയിൽ കൃത്യമായി അതിന്റെ മുൻനിരയിൽ ഉണ്ടാവണം. ഉമ്മമാരെ വീടിന്റെ ഉള്ളറകളിൽ കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണം. മനുഷ്യൻ മനുഷ്യനാവാൻ, ഹൃദയത്തിലെ മാലിന്യങ്ങൾ വൃത്തിയാവാൻ ഏറ്റവും നല്ല മരുന്നതാണെങ്കിൽ നമുക്കിന്ന് ഫർദിനോട് വിരക്തിയാണ്, സുന്നത്തിനോട് വിരക്തിയാണ്. നമ്മുടെ മുൻഗാമികളോ ചരിത്രം പരതിയാൽ ഫർദ് എന്നല്ല, ഈ ലോകത്തോട് വിട പറയുമ്പോ ഒരു 2 റക്അത്തെങ്കിലും യജമാനന്റെ മുന്നിൽ സമർപ്പിക്കാൻ എത്ര വലിയ ത്യാഗമാണ് ചെയ്തത്. ഹജ്ജിന് പോയാൽ അല്ലാഹു അവസരം തരട്ടെ. ഏത് വ്യക്തികളും പരിശുദ്ധമായ മക്കയുടെ ഏറ്റവും അടുത്തുള്ള ഉംറ നിർവഹിക്കാനുള്ള അതിർത്തിയാണ് മസ്ജിദ് ആയിഷ തൻഈം എന്ന് പറയുന്ന സ്ഥലം. ആ പ്രദേശത്തേക്ക് വാഹനം കയറുമ്പോ സ്ഥാപിക്കപ്പെട്ട ബോർഡുകൾ കാണാം, ത്വരീഖുശ് ശുഹദാ, രക്തസാക്ഷികളുടെ പേരിലുള്ള വഴി എന്നറിയപ്പെടും. ധാരാളം രക്തസാക്ഷികൾ അവിടെയുണ്ട്. ആ വഴിയിലാണ് ഒരൽപ്പം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ഇടതുഭാഗത്ത് ഒരു 100 മീറ്റർ കയറിയാൽ കഅബ നിങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ വിശത്താലൂട്ടപ്പെട്ട ചവളം കൊണ്ട് കുത്തേറ്റ് അക്കാരണത്താൽ ഷഹീദായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ മഖ്ബറ അവിടെ കാണാം. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അവിടെ ചെന്ന് പ്രിയപ്പെട്ടവരെ, നാം ആ മസ്ജിദ് ആയിഷയിൽ തൻഈമിലെത്തി വദു ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ പള്ളിയിലേക്ക് വരുമ്പോ ഈമാനുള്ളവന്റെ മനസ്സ് അറിയാതെ പിടപിടയ്ക്കുകയാണ്, കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുകയാണ്. എന്താ കാരണമെന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ ഇസ്ലാമിക പ്രബോധന മേഖലയിലേക്ക് നിയോഗിച്ച ഒരു യുവാവിന്റെ ദാരുണമായ അറുംകൊലയുടെ കഥ അവിടെയുണ്ട്.
അതൊക്കെ വിലയിരുത്തുമ്പോ ജീവിതത്തിൽ ഒരു നിസ്കാരം നമ്മുടെ ഒഴിവാവുകയില്ല. ഇന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്ക്, സുബൈ കളായവര് കൂട്ടത്തിലില്ലേ? ളുഹർ ജമാഅത്ത് നഷ്ടപ്പെട്ടവരില്ലേ? മരിക്കാനുള്ള ബോധം നമുക്കില്ലേ? നമ്മുടെ വാപ്പമാരെ മറവ് ചെയ്തില്ലേ? ഉമ്മമാരെ മറവ് ചെയ്തില്ലേ? നിന്നെ ചുമക്കേണ്ട കട്ടിൽ ഇവിടെ റെഡിയല്ലേ? അത് വിലയിരുത്തുമ്പോഴാണ് മഹാനായ സയ്യിദുനാ ഖുബൈബ് തങ്ങളുടെ ചരിത്രം ഓർമ്മ വരുന്നത്. വലിയ ഇസ്ലാമിക പ്രബോധകനായി നിയോഗിച്ച ആ നേതാവിന് ശത്രുക്കളിതാ വഴിയിൽ വെച്ച് കൈകാലുകൾ വരിഞ്ഞുകെട്ടി മരുഭൂമിയിലൂടെ വലിച്ചിഴയ്ക്കുകയാണ്. അവസാനം തന്നീമിന്റെ താഴ്വരയിൽ കൊണ്ടുവന്നിട്ട് ആയിരക്കണക്കിന് ശത്രുക്കളുടെ മുന്നിൽ അബൂ സുഫിയാൻ മുന്നോട്ട് വരുമ്പോ വസ്ത്രം മുഴുവനും ഇതാ കീറിയിട്ട് രക്തമിങ്ങനെ വാർന്നൊലിച്ച് തളർന്ന ഒരു മാൻപേടെ പോലെ കിടക്കുന്ന ബഹുമാനപ്പെട്ട ഖുബൈബ് തങ്ങളുടെ അരികിൽ വന്നിട്ട്, ഖുബൈബ്, നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇക്കാണുന്ന കഴുമരം നിനക്ക് വേണ്ടിയുള്ളതാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അന്ത്യാഭിലാഷമുണ്ടോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ മഹാനവറുകൾ പ്രതികരിച്ചതെന്താണ്? ഈമാനുള്ള എന്റെ യുവാക്കളെ, പ്രിയമുള്ള ഉമ്മമാരെ ചിന്തിക്കണം. ഖാജ തങ്ങളുടെ മധു കേട്ടിട്ട് എഴുന്നേറ്റ് പോകുമ്പോ ജീവിതത്തിന് മാറ്റം വേണം. ഇതാ ദ്വയില് വന്നുകൂടി കുറെ ഞാൻ സദക്ക ചെയ്തു പറഞ്ഞിട്ടായില്ല. ആ മഹാന്മാരുടെ ജീവിതം നോക്കിയാൽ ഫർദ് ഒന്നുപോലും ഒഴിവില്ല. സുന്നത്ത് എത്രയാണ് നിസ്കരിച്ചത്? കയ്യും കണക്കുമില്ല. അബൂ സുഫിയാൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഖുബൈബ്, നിന്റെ യുവത്വം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പ്രതികരിച്ചാൽ വെറുതെ വിടാം. സാമ്പത്തികമായി ഒന്നും തരേണ്ടതില്ല. അവസാനം അയാൾ പറഞ്ഞു, ഈ കാണുന്ന സമൂഹത്തിനിടയിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ നിന്നെ പറഞ്ഞയച്ച മുഹമ്മദില്ലേ അനുഭവിക്കുന്നത് ഇഷ്ടമാണെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ മോചിപ്പിക്കാമെന്ന് പറയുമ്പോ അതേവരെ മാൻപേടയെ പോലെ തളർന്നു കിടന്ന ഖുബൈബ് തങ്ങൾ പ്രതികരിച്ചു, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്നെ മാത്രമല്ല, എന്റെ മാതാവിനെ മാത്രമല്ല, എന്റെ കുടുംബത്തെ മുഴുവനും മറുവല ചെയ്താലും എന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ മുത്തുനബിയുടെ ശരീരത്തിലെ രോമത്തിന് കേടുപറ്റാൻ ജീവനുള്ള കാലത്ത് ഞാൻ അനുവദിക്കൂല. അതിന്റെ ഒരു 5% ആ നബിയോടുള്ള പ്രേമം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. മരണം എങ്ങനെ മുഖാമുഖം കാണുകയാണ്. ഉടനെ ചോദിക്കുന്നു, നീ മരിക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെ. എന്നാൽ ഇനി വല്ല അന്ത്യാഭിലാഷവുമുണ്ടോ? സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരിയും അത് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ എന്താ പറഞ്ഞത്? എന്റെ ഉപ്പാനെ കാണണ്ട, ഉമ്മാന്റെ അരികിലേക്ക് പോകണ്ട, ഭാര്യയോട് യാത്ര ചോദിക്കണ്ട. അവസാനം ഒരു സഹായം എനിക്ക് ചെയ്യണേ. കൈകാലൊന്നഴിക്കണം, ഒന്നുണ്ടാക്കാൻ ഒരു സൗകര്യം വേണം. ഒരു 2 റക്അത്തൊന്ന് നിസ്കരിക്കാൻ അനുവദിക്കൂ. ഗൾഫിലെ പണം അല്ല തന്നു, താമസിക്കാനുള്ള വീട് തന്നു, സന്തോഷത്തിനുള്ള ഭാര്യ തന്നിട്ട് വീടിന്റെ പരിസരത്ത് പള്ളിയുണ്ടായിട്ട് പോലും സുബഹിയുടെ ബാങ്ക് കേട്ടാൽ കിടന്നുറങ്ങുന്ന യുവാക്കളെ, മക്കളെ കൈപിടിച്ചു കൊണ്ടുപോകാത്ത ഉപ്പമാരെ, എങ്ങനെ നിനക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും? അള്ള തരുന്നത് എങ്ങനെ അനുഭവിക്കാൻ കഴിയും? ചിന്തിക്കണം. മഹാനവറുകൾ പറഞ്ഞത് അവസാനം ഒരു 2 റക്അത്ത് ഫർളല്ല സുന്നത്തിന് അവസരം തരുമോ? ഇത് പറഞ്ഞപ്പോ ആ ക്രൂരന്മാർ കൈകൾ അഴിച്ചു. മഹാനവറുകൾ ചാടി എഴുന്നേറ്റു, പെട്ടെന്ന് ഓതുണ്ടാക്കി. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കഴുമരത്തിനടിയിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ അവിടുത്തെ കൺതടങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. ചോദിച്ചു, എന്താ കരയാനുള്ള കാരണം? ഉടനെ മഹാന്റെ പ്രതികരണം, മരിക്കാനുള്ള പേടിയല്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഈ പ്രപഞ്ചത്തിലേക്ക് പിറന്നു വീണ ഏതൊരു ശരീരവും മരണത്തെ രുചി നോക്കും, അതിൽ ബേജാറില്ല. പക്ഷേ എന്റെ വേദന മുഴുവനും, എനിക്ക് ഏറ്റവും സന്തോഷം അനുഭവപ്പെടാറുള്ളത് നിസ്കാരത്തിൽ കൈകെട്ടുമ്പോഴാണ്. വലിയ സൂറത്തോതൽ എന്റെ പതിവാ. എത്രയോ സമയം റുക്കോയിലും സുജൂദിലും കിടക്കൽ എന്റെ പതിവാ. അതേപോലെ നിസ്കരിക്കാൻ എനിക്കിന്ന് കഴിഞ്ഞില്ലല്ലോ. യജമാനോടുള്ള മുനാജാത്തിന് അവസരം ചുരുങ്ങിയല്ലോ.
ഈമാനുള്ള എന്റെ മുഅ്മിനീങ്ങൾ, എന്റെ സ്നേഹമുള്ള യുവതികൾ, മനസ്സ് നന്നാവണോ, പടച്ചറബിലേക്ക് അടുക്കണോ, നിസ്കാരത്തിൽ ശ്രദ്ധ വേണം. കഴിഞ്ഞില്ല. എന്നിട്ടും ആ കൊലക്കയറിന്റെ അടിയിലെത്തുമ്പോ മനസ്സിൽ വരുന്നത് വാപ്പയല്ല, ഉമ്മയല്ല, പിന്നെ ആരാണ്? അന്ത ഉമ്മുൻ അം അബു മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറുൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തായി വൽ ഹബീബുൽ അറബി. വാപ്പയും ഉമ്മയൊന്നുമല്ല, മനസ്സിൽ വരുന്നത് മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ഉറക്കെ ചെല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബിയെ നമ്മളെ കൈപിടിക്കാനുള്ളൂ.